സമീപിച്ചോട്ടെ. പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്, അദ്ദേഹം മുഖാന്തരം നാളെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അൻസിബ ഹസൻ 10 കോടി ഉറുപ്പ്യാണ് കൊടുക്കേണ്ടത് ലക്ഷ്മി പ്രിയക്ക്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ലക്ഷ്മി പ്രിയ വക്കീലുമായിട്ട് മൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വക്കീൽ ആരാന്നൊക്കെയെന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയുന്നത് നമ്മുടെ കൃഷ്ണരാജ് വക്കീലാണ്. ഏതായാലും 10 കോടി രൂപ 10 കോടി രൂപയ്ക്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ 1 കോടി രൂപയോളം കെട്ടിവെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഈ ഒരു ലക്ഷ്മി പ്രിയയുടെ കയ്യിലുണ്ടോ? ആ 1 കോടി രൂപ ഉണ്ടാകാനുള്ള ചാൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി പ്രിയയുടെ പുറകിലും ആരോ ഉണ്ട്, കൃത്യമായിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് അൻസിബയുടെ കയ്യിൽ നിന്നും നിനക്ക് വാങ്ങിച്ചു തരാം, അങ്ങനെ വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ അതൊരു വലിയ മുതൽ തന്നെയല്ലേ, മുതൽക്കൂട്ട് തന്നെയല്ലായിരുന്നേ. എന്താണെന്ന് വെച്ചാൽ 10 കോടി രൂപയാണ്. അതായത് അൻസിബ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നാണ് പറയുന്നത്. അതായത് അൻസിബ പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെയാണ് തെറ്റാവുക എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് അവരെ ആ ഒരു സംഘടനയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം അവർ പറയുന്നത്. പിന്നെ അവരുടെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കേസിൻ്റെ അകത്ത് കൃത്യമായിട്ട് തെളിവില്ല എന്നൊക്കെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അൻസിബയെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. 10 കോടി രൂപ. ഇതിനിടയിൽ നമ്മുടെ ലക്ഷ്മി പ്രിയ പറയുന്ന മറ്റൊരു കാര്യവും കൂടെയുണ്ട്. അതായത് അൻസിബയുടെ പുറകിലും വർഗീയവാദികളാണ് അതിൻ്റെ പുറകിൽ എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അൻസിബയുടെ വായ അടപ്പിക്കാൻ വേണ്ടി ചിലപ്പോഴും ലക്ഷ്മി പ്രിയക്ക് കഴിയുമായിരിക്കും. അതായത് ഇനി അൻസിബ അങ്ങനെ എന്നെക്കുറിച്ച് പറയണ്ട. പക്ഷെ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച, അതായത് ഇവരേതോ ഒരു ക്ഷേത്രത്തിൽ നിന്നും പൈസ വാങ്ങിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പൈസ വാങ്ങിക്കാൻ മാത്രം ദാരിദ്ര്യം പിടിച്ച ഒരു സംഘടനയാണോ ഈ അമ്മ സംഘടന? ഇതിൻ്റെ അകത്തുള്ളവരൊക്കെ കോടികൾ വരുമാനമുള്ളവരാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കോടികൾ വരുമാനമുള്ള ഈ ആൾക്കാർ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും പാവപ്പെട്ടവരിട്ട പൈസയായിരിക്കുമല്ലോ. അതായത് പാവപ്പെട്ടവരാണല്ലോ ഈ കാണിക്കയെല്ലാം കൊടുക്കുന്നത്. അപ്പം അവരിട്ട പൈസയല്ലേ ശരിക്കും ഇവരെടുക്കുന്നത്. അത് എടുക്കണ്ട എന്നല്ലേ നമ്മുടെ അൻസിബ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വേറെയൊന്നും അല്ലല്ലോ. അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ നിന്നോ പള്ളിയിൽ നിന്നോ അമ്പലങ്ങളിൽ നിന്നോ ഒന്നും ഇത് സ്വീകരിക്കേണ്ട, പൈസ സ്വീകരിക്കേണ്ട എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ലക്ഷ്മി പ്രിയ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ ചാരിറ്റി സംഘടനയാണ്. ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർക്ക് മരുന്നിനുള്ള പൈസ കൊടുക്കുന്നുണ്ട്. ആർക്ക്? സിനിമാ താരങ്ങൾക്ക്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സിനിമാ താരങ്ങൾക്ക് മരുന്നിനുള്ള പൈസ അവരുടെ സംഘടന കൊടുക്കാൻ അവിടെയുള്ള മോഹൻലാൽ, മമ്മൂട്ടി മുതൽ ഇങ്ങോട്ട് കോടികൾ വരുമാനമുള്ളവർ മാത്രം ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ സംഘടനയിലുള്ള ആൾക്കാർക്ക് മുഴുവൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അമ്പലം പോലെയുള്ള അല്ലെങ്കിൽ പള്ളി പോലെയുള്ള സ്ഥലത്ത് നിന്ന് പിരിവ് നടത്തുക, അല്ലെങ്കിൽ അവരെടുക്കുന്ന പൈസ വാങ്ങിക്കുന്നത് തന്നെ ഒരു വലിയൊരു തെറ്റ് തന്നെയാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് അൻസിബയായിട്ട് ഇപ്പോഴും പുറത്തെത്തിച്ചിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ അകത്തൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ, അതായത് അമ്പലത്തിൻ്റെ പൈസ കൊടുക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ വിശ്വാസ യോഗ്യത, അതായത് അവരൊക്കെ സമൂഹത്തിന് എന്താണ് ചെയ്തത്, മുൻകാലങ്ങളിൽ അവരൊക്കെ എങ്ങനെയാണ്, അവരെ പറ്റിയിട്ട് വന്ന ആരോപണങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 10 കോടി രൂപ എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ചിരിയാണ് വരുന്നത്. അതായത് 1 കോടി രൂപ ഇവ കെട്ടിവെക്കണം. 1 കോടി രൂപ കെട്ടിവെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ 10 കോടിക്ക്, എനിക്ക് അങ്ങനെയാ തോന്നട്ടെ, എൻ്റെ ഒരു ചെറിയ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറെയൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി പ്രിയയുടെ കുടുംബം തകർക്കുന്ന തരത്തിലുള്ള മെസ്സേജുകളോ ഫോട്ടോസുകളോ എന്തോ അൻസിബ അങ്ങോട്ട് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഈ ഫോട്ടോസ് ആരാണ് എടുത്തത്, ആരാണ് ഈ മെസ്സേജ് അയച്ചത്, അതല്ലേ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീനാക്കുറുപ്പിനെ നല്ല രീതിയിൽ തെറിവിളിച്ചിട്ടുണ്ട്. ആ തെറിവിളിയുമായിട്ട് നീനാക്കുറുപ്പും കൂടിയിട്ട് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ലക്ഷ്മി പ്രിയക്ക് തന്നെയാണ് പണി വരാൻ പോകുന്നത്. വേറെ ആയിരിക്കുമല്ല, ലക്ഷ്മി പ്രിയക്ക് 8ൻ്റെ പണിയാന്ന് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഫോൺ സംഭാഷണമെല്ലാം നമ്മൾ കേട്ടതല്ലേ. ആ തെറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പേ റിയാക്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അകത്ത് വന്ന തെറിയും കാര്യങ്ങളും ഇതൊക്കെ ശരിക്ക് നീനാക്കുറുപ്പും കൂടി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചാൽ പിടി കിട്ടൂല. പിന്നെ ഇപ്പോൾ അൻസിബയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, ആ അൻസിബയുടെ പുറകിൽ മതവർഗീയ ശക്തികളുണ്ട് എന്ന് എൻ്റെ സംശയം മാത്രമാണ് എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടെങ്കിൽ ഇതാ തെളിവ്,
ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും അൻസിബക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അങ്ങ് നീങ്ങാം. വേണമെങ്കിൽ എന്ന് പറഞ്ഞ് അൻസിബക്കും പറയാം എനിക്ക് നഷ്ടപരിഹാരം വേണം, എന്നെ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അൻസിബക്കും നീങ്ങാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വർഗീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആരാണ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ലക്ഷ്മിപ്രിയയുടെ ചില പ്രകടനങ്ങളൊക്കെ നമ്മൾ ബിഗ് ബോസിലൊക്കെ കണ്ടതാണ്. അവരുടെ ആ ഒരു തുപ്പല് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ ചരിത്ര പ്രധാനമുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെ തുപ്പുന്ന ഒരു വ്യക്തി, അപ്പോൾ ആ ഒരു വ്യക്തി അങ്ങനെ ഇപ്പോൾ അൻസിബയുടെ വായ അടപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഈ എന്താ പറയണ്ടേ സംഘടനയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും അൻസിബയുടെ വായ അടപ്പിക്കുക. എന്നാലും നമ്മൾക്ക് 10-75 ലക്ഷം രൂപ വരുന്നത് അത് എവിടെ നിന്നായി കഴിഞ്ഞാലും നമ്മൾ വാങ്ങിക്കും. അത് കൊടുക്കുന്നവരാണ് ഏറ്റവും വലിയ മണ്ടമാറെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഈ ഭക്തജനങ്ങൾ, പാവപ്പെട്ട മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ എടുക്കേണ്ടത്. ഇനി അങ്ങനെ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പാവപ്പെട്ടവർ ചികിത്സയ്ക്ക് വഴിയില്ലാതെ ഇവിടെ ഭയങ്കരമായിട്ട് നരകിക്കുന്നുണ്ട്, അവർക്കൊക്കെ കൊടുക്കുക. അതിന് പകരമായിട്ട് ഇവർ ചെയ്യുന്ന എന്താ, അതായത് ഈ സിനിമ കോടികൾ വരുമാനമുള്ള നമ്മുടെ സിനിമാ താരങ്ങളുടെ സംഘടന, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മത്സരിച്ച് 100 കോടിയും 200 കോടിയും ക്ലബിൽ കയറിയ സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അഭിനയിക്കുമ്പോഴേ മോഹൻലാൽ മമ്മൂട്ടി ഇങ്ങനെയുള്ള വലിയ വലിയ നടന്മാർക്ക് വേണമെങ്കിൽ അവർക്ക് പറയാം ഇതിൻ്റെ അകത്തൊന്നൊരു 2 കോടി രൂപ ഞാൻ ഇന്ന് ഇതിന് കൊടുക്കുന്നേ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രസമുണ്ട് കാണാൻ, അല്ലെങ്കിൽ കേൾക്കാനൊരു രസമുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളുടെ അവർ കാണിക്ക കൊടുത്തതോ ഇനി എന്തോ ആയിക്കോട്ടെ ക്ഷേത്രത്തിൻ്റെ പൈസ എടുത്തിട്ട് അതിങ്ങനെ ഒരു സംഘടനയിലേക്ക് കൊടുക്കുമ്പോഴേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും എന്തെങ്കിലും സത്യം വിളിച്ചു പറയുമ്പോഴേ അവർക്കെതിരെ നീങ്ങാതെ അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ വാങ്ങിക്കുന്നില്ല, അതല്ലേ വേണ്ടത്. ഇതല്ല പറഞ്ഞു, ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടിക്കഴിഞ്ഞാലും ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇവർ ഡിന്നർ കൊടുക്കുന്ന കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് വന്ന ആരോപണങ്ങൾ, അതായത് ഇവരുടെ സംഘടനയിൽ വന്ന ആരോപണങ്ങൾ 35,000 രൂപയോളം കറണ്ട് ബില്ല് വരുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഓഫീസ് സമയം കഴിഞ്ഞിട്ടും അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖത്തിൽ അവിടെ സുഖിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻസിബ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, അല്ലെങ്കിൽ അൻസിബ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കാതെ മതവർഗീയതയാണ് ഇതിൻ്റെ പുറകിൽ. അൻസിബ ഇതുവരെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്താ പറയുക ലക്ഷ്മിപ്രിയയുടെ പുറകിൽ മതവർഗീയവാദികൾ ഉണ്ട് എന്നൊന്നും ഒരിക്കലും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അൻസിബ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ അപമാനിച്ചു ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അതിനെതിരെ ഞാനൊരു പരാതി കൊടുത്തു. ആ പരാതിയിൽ കഴമ്പില്ലെങ്കിൽ പിന്നെ അതായത് അവരെ എന്ത് വേണമെങ്കിലും അവർക്ക് ആക്ഷൻ എടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുഞ്ഞ് അവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിലും മുതലെടുക്കാൻ വരുന്നുണ്ട്. അതായത് ഇതൊക്കെ എവിടെ എത്തും? ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇടപെടുക വേണ്ടത്. ഇടപെട്ടിട്ട് ഈ സംഘടനയെ ഒന്നുകിൽ എത്ര വലിയ വലിയ ആൾക്കാർ ഇരുന്ന ആ ഒരു കസേരയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ സ്ത്രീകളെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ്. അതായത് ഇവർക്ക് കൃത്യമായിട്ട് ഭരിക്കാനും നിലപാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ അൻസിബ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടെ ഒറ്റപ്പെടുത്തി, അതുമാത്രവുമല്ല അൻസിബയുടെ വായ അടപ്പിച്ച് അവരെ ഇല്ലാതാക്കി. ഇനിയിപ്പോഴും നാളെ പോയിട്ട് അൻസിബ മാപ്പ് പറഞ്ഞ് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പൊറുക്കണം എനിക്ക് 10 കോടി രൂപ തരാനില്ല അങ്ങനെയൊക്കെ പറയും എന്നാണ് ധാരണ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അൻസിബ എന്ന് പറഞ്ഞാൽ തീയിൽ കുരുത്തതാണ്. അതായത് അൻസിബ 10 പൈസ ആരെടുക്കുന്നു മോഹിക്കാത്ത ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ചിട്ട് അതിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് അപവാദങ്ങൾ, അവിഹിതങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഇവരിങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട്. ലക്ഷ്മിപ്രിയ അല്ല, ഈ സംഘടനയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ അവരൊക്കെ പറഞ്ഞു പരത്തിയിട്ട് അതിൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ 10 കോടി രൂപ കേൾക്കുമ്പം തന്നെ ചിരിയും കരച്ചിലോ വരുന്നത്. 10 കോടി റുപ്യ അത് ഏടുന്നെടുത്ത് കൊടുക്കാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 10 കോടി രൂപ ഇവർക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അൻസിബയെ കൊടുക്കാൻ വേണ്ടി കഴിയും. അതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ടീമുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഇതിലിപ്പോൾ ലക്ഷ്മിപ്രിയയുടെ പുറകിലാണ് ശക്തമായ ടീമുള്ളത്, അല്ലാതെ അൻസിബയുടെ പുറകിലല്ല. അൻസിബയുടെ പുറകിൽ ആരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ലക്ഷ്മിപ്രിയയ്ക്ക് ഇതൊക്കെ കെട്ടിവെക്കണമെങ്കിൽ പൈസ വേണ്ടേ? അത് ഇവിടെ നിന്നെടുത്ത് പൈസ കൊടുക്കും. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അഡ്വക്കേറ്റ് ഉണ്ട്. അഡ്വക്കേറ്റിൻ്റെ പേര് വരെ ഇവർ പറയുന്നുണ്ട്. ആ അഡ്വക്കേറ്റിൻ്റെ അവരുടെ ആ ഒരു പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത് അൻസിബക്കിട്ടുള്ള പണി ലക്ഷ്മിപ്രിയ അല്ല കൊടുക്കുന്നത്, മറ്റു പലരുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അതിൻ്റെ അകത്ത് ലക്ഷ്മിപ്രിയ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അൻസിബ കോടതിയെ സമീപിച്ചു
തോറ്റോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് രണ്ടുപേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്ന ഒരു പരാതി, ഒരു കാര്യം മോൾ എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഫോണിലേക്ക് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 മിനിറ്റിൽ അത് പറഞ്ഞു തീർക്കാമായിരുന്ന ഒരു കാര്യം പറയാനോ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാനോ തയ്യാറാകുന്നില്ല. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന അൻസിബ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇത്തരത്തിലൊരു വലിയ സംഭവമാക്കി എൻ്റെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്ന വിധത്തിൽ, എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ, എന്തിന് 10 വയസ്സുള്ള എൻ്റെ മകൾക്ക് ഏകദേശം എൻ്റെ പൊക്കമുണ്ട്, എൻ്റെ പൊക്കമുള്ള എൻ്റെ മകളെയും കൂടി അധിക്ഷേപിച്ചുകൊണ്ട് ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. തൃപ്പൂണിത്തുറ വനിതാ SI-യുടെ മേശപ്പുറത്ത് ഇതേ മീഡിയാസ് നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേശപ്പുറത്ത് കയറി ഇരുന്ന് കളിച്ചു എന്ന് വരെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എനിക്കെതിരെ വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പറഞ്ഞു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ അധിക്ഷേപങ്ങളും ഞാൻ എല്ലാ മീഡിയയുടെയും റിപ്പോർട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ തന്നെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. എൻ്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. അദ്ദേഹം മുഖാന്തരം ഞാൻ 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കും. 10 കോടി രൂപ, അതായത് എൻ്റെ മകളെയും എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു എന്നൊക്കെയാണ് ഇപ്പോഴേ നമ്മുടെ ലക്ഷ്മിപ്രിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്കെന്തോ വലിയ ഒരു വിഷമവും ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഏതായാലും എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഘടനയുടെ ഒരു പ്രശ്നം മാത്രമല്ല, ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു അജണ്ട കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അല്ലാതെ 10 കോടി രൂപ എന്നൊക്കെ അങ്ങനെ ഒരു എന്താ പറയുക, 1 കോടി ഉറുപ്പികയിലാണെങ്കിൽ നമുക്ക് 1 ലക്ഷം കെട്ടിവെച്ചാൽ മതി. ഇനി 2 കോടിയാണെങ്കിൽ 2 ലക്ഷം കിട്ടുക, അങ്ങനെ എന്തോ ഒരു കാര്യമുണ്ട്. എന്നാൽ 1 കോടി രൂപയ്ക്ക് 10 ലക്ഷം എന്തോ കെട്ടിവെക്കണം. അങ്ങനെയൊക്കെ നമുക്ക് അത് ഇതാകാം. പക്ഷേ ഈ 10 കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അതിനെ പറ്റിയിട്ട് നമുക്കൊന്നും കൂടുതലൊന്നും അറിയില്ല. കാരണം ഇവരുടെ തമ്മിലുള്ള, എൻ്റെ അഭിപ്രായത്തിന് ഇവരൊന്നുമുള്ള സിനിമയൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് വേണ്ടത്. അതായത് മലയാളികളാണ് ഇവരെയൊക്കെ വളർത്തുന്നത്, നമ്മൾ പ്രേക്ഷകരാണ് ഇവരെയൊക്കെ വളർത്തുന്നത്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ഇവരൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതായത് അമ്മ സംഘടന എന്ന് പറയുന്ന സംഭവം തന്നെ ഇപ്പോൾ പിരിച്ചുവിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനിങ്ങനെയൊരു സംഘടന? അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാനുള്ള ഒരു സംഘടനയാണ്. ഒരാളും ഇല്ല ഇതിൻ്റെ അകത്ത്. ഇപ്പോഴും ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ മാത്രമാണ്. മോഹൻലാലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകുമ്പോൾ കുറച്ചൊക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇപ്പോഴേ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു പ്രത്യേക തരത്തിൽ നീങ്ങുന്ന ഒരു സംഘടനയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതായാലും അൻസിബക്ക് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അൻസിബ ഹസൻ തന്നെ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. അൻസിബ ഹസൻ, ലക്ഷ്മിപ്രിയയുടെ ആരോപണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, എന്താണ് പ്രതികരണം? ഞാൻ കുറച്ചൊക്കെ കേട്ടു. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പേര് പറഞ്ഞിട്ടില്ല. എന്റെ ധാർമ്മികതയുടെ പേരിലാണ് ഞാൻ പറഞ്ഞത്. ഒരു മതസ്ഥാപനവും കയറരുത്, ഒരു മതചിഹ്നവും കയറരുത്. അത് ഞാൻ ചിന്തിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. ഒരു മതചിഹ്നവും കയറരുതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ അവര് പറയുന്നത് കേട്ടു BJP-യുമായി ചേർന്നിട്ട് എന്നൊക്കെ, അങ്ങനൊന്നും ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അമ്മയിലേക്ക് അയച്ച മെയിലൊക്കെ ഞാൻ പല മാധ്യമ പ്രവർത്തകർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മതചിഹ്നവും അമ്മയിൽ കയറാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ടൈറ്റിൽ സ്പോൺസർഷിപ്പ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ ഒരു പാർട്ടിയുടെ പേരും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഞാൻ നിറവേറ്റിയിട്ടുള്ളത്. അതാണ്, അതായത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു പാർട്ടിയുടെ പേരോ അല്ലെങ്കിൽ വർഗീയവാദി എന്ന് പറയുന്ന പേരോ ഒന്നുമില്ല. ഇവരെയാണ് എല്ലാവരും ജിഹാദി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെയാണ് ശരിക്ക് ഇതിൻ്റെ അകത്ത് പ്രേക്ഷകരായ നമുക്കെല്ലാവർക്കും, അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യത്വമുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് അൻസിബയെ. അല്ലാതെ വേറെ ഒന്നുമല്ല. എല്ലാവരും കൂടി ചേർന്നിട്ട് അൻസിബയെ അങ്ങ് ടാർഗറ്റ് ചെയ്ത് അതിൻ്റെ വായ മൂടിക്കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നോ പള്ളികളിൽ നിന്നോ ചർച്ചുകളിൽ നിന്നോ എല്ലാം നമുക്ക് സംഭാവനകൾ, അല്ലെങ്കിൽ നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിനുള്ള സംഭാവനകൾ പിരിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കുറച്ച് ചാരിറ്റീൻ്റെ കാര്യവും പറഞ്ഞിട്ടങ്ങ് ചെയ്യാം. അതാണ് ഇവരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇതിൻ്റെ അകത്തില്ല.
പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് സിനിമാ സംഘടനകൾക്ക് തന്നെ നാണക്കേടാണ്. അതായത് ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ പൈസ പലരുടെ അടുത്തു നിന്നും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് സിനിമാ സംഘടനകൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമായ കാര്യമാണ്. ഇതിലും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആക്റ്റീവായിട്ടുള്ള അംഗങ്ങളിൽ നിന്നും പൈസ വാങ്ങിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ വേണം ഇതിൻ്റെ അകത്ത് അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയാൽ തന്നെ എന്ന് പറഞ്ഞാൽ 400 ഇൻറ്റു എത്രയാണ് പറയേണ്ടത് 2 വെച്ച് കൂട്ടിയാൽ തന്നെ നല്ലൊരു തുകയുണ്ട്. അതുമാത്രവുമല്ല, ഇവർ പല പരിപാടികളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ വന്ന് ആസൂത്രണം ചെയ്യാറുണ്ട്. അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംഘടനയിൽ നിന്നും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ വെളിയിൽ ഇറക്കി വിടാനുണ്ട്. ആ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് സിനിമയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരിങ്ങനെ സംഘടനേൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നവരാണ്. അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇറക്കി വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഏതായാലും 10 കോടി രൂപ കിട്ടുമോ, അല്ലെങ്കിൽ 10 കോടി രൂപ ഇനി അൻസിബക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാം. പക്ഷേ ഇത് ലക്ഷ്മി പ്രിയ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരെയും പല ആൾക്കാരെയും അവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ഒരു ഇതിലേക്ക്, എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് അൻസിബയെ തളയ്ക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ ചേരിതിരിവ് ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അതായത് ഈ സംഘടനയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ ചേരിതിരിവ് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം മമ്മൂട്ടിയൊക്കെ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങേരൊന്നും ഇടപെടാനൊന്നും പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നന്ദി, നമസ്കാരം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.